കുട്ടികളെ സമൂഹ മാധ്യമങ്ങളിൽ തളച്ചിടുന്നുവെന്ന ആരോപണവുമായി ബന്ധപ്പെട്ട് സുപ്രധാന വിധി പ്രസ്താവം നടത്തിയിരിക്കുകയാണ് അമേരിക്കൻ കോടതി. കുട്ടികളിൽ ആസക്തി ഉണ്ടാക്കുന്ന വിധത്തിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ പ്രവർത്തിക്കുന്നുവെന്ന പരാതിയിലാണ് മെറ്റയ്ക്കും ഗൂഗിളിനും കോടികളുടെ പിഴ ലോസ് ഏഞ്ചൽസിലെ കോടതി ഈടാക്കിയത്. 20 വയസ്സുകാരൻ നൽകിയ കേസിലായിരുന്നു ചരിത്ര പ്രാധാന്യമുള്ള വിധി. ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, വാട്സ്ആപ്പ് എന്നിവയുടെ ഉടമസ്ഥരായ മെറ്റയും യൂട്യൂബിന്റെ ഉടമയായ ഗൂഗിളും 20 വയസ്സുകാരന്റെ ആസക്തി ഉളവാക്കുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ മനഃപൂർവ്വം നിർമ്മിച്ചതായി ജൂറികൾ കണ്ടെത്തി. വിശദമായി നോക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. കുട്ടികളെ സമൂഹ മാധ്യമങ്ങളുടെ അടിമകളാക്കി മാറ്റുന്ന തരത്തിലാണ് പ്ലാറ്റ്ഫോമുകൾ പ്രവർത്തിക്കുന്നത് എന്ന ആരോപണം വർഷങ്ങളായി ഉയരുന്നതാണ്. ഇപ്പോഴിത് ആ വാദം ശരിവെക്കുന്ന ഒരു വിധി പ്രസ്താവം നടത്തിയിരിക്കുന്നു US കോടതി. വെറുമൊരു വിധി മാത്രമല്ല, 20 വയസ്സുകാരനെ മാനസിക നിലയെ ബാധിക്കും വിധമുള്ള കോണ്ടന്റുകൾ മനഃപൂർവ്വം സൃഷ്ടിച്ചതിന് 56 കോടി രൂപ പിഴ കൊടുക്കാനും മെറ്റ, ഗൂഗിൾ എന്നീ കമ്പനികളോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ലോസ് ഏഞ്ചൽസ് കോടതി. ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, വാട്സ്ആപ്പ് എന്നീ പ്ലാറ്റ്ഫോമുകളുടെ മാതൃസ്ഥാപനമായ മെറ്റയ്ക്കും യൂട്യൂബിന്റെ മാതൃസ്ഥാപനമായ ഗൂഗിളിനുമാണ് പിഴ ചുമത്തിയത്. മെറ്റ 39 കോടി രൂപയും ഗൂഗിൾ ഏകദേശം 17 കോടി രൂപയും നഷ്ടപരിഹാരം നൽകണമെന്നാണ് കോടതി ഉത്തരവ്. കുട്ടിക്കാലത്തെ സമൂഹമാധ്യമ ഉപയോഗം തന്റെ മാനസികാരോഗ്യത്തെ ദോഷകരമായി ബാധിച്ചുവെന്ന കാലിഫോർണിയ സ്വദേശിയായ 20-കാരിയുടെ പരാതിയിലാണ് നിലവിലെ നടപടി. പെൺകുട്ടി പറയുന്നതനുസരിച്ച് ഇൻസ്റ്റഗ്രാമിൽ ഒരു ദിവസം 16 മണിക്കൂർ വരെയാണ് കുട്ടിക്കാലത്ത് അവർ ചെലവഴിച്ചത്. അമിതമായി ഉപയോഗിക്കാൻ പ്രേരിപ്പിക്കുന്ന സമൂഹ മാധ്യമങ്ങളുടെ ഈ ഡിസൈൻ കാരണം വിഷാദവും ആത്മഹത്യാ ചിന്തകളും ഉണ്ടായി എന്നും പെൺകുട്ടി അവകാശപ്പെട്ടിരുന്നു. കുട്ടികൾക്കും യുവാക്കൾക്കും ഇടയിൽ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള സമൂഹ മാധ്യമങ്ങളുടെ രൂപകൽപ്പനയാണ് അതിന് കാരണമെന്നായിരുന്നു പരാതിക്കാരിയുടെ പ്രധാന വാദം. അനന്തമായി സ്ക്രോൾ ചെയ്യാൻ സാധിക്കുന്ന ഫീഡുകൾ, ഓട്ടോ പ്ലേ വീഡിയോകൾ, നിരന്തരമായ അറിയിപ്പുകൾ എന്നിവ ഉപയോഗിച്ചാണ് ഉപയോക്താക്കളെ പ്ലാറ്റ്ഫോമുകളിൽ തളച്ചിടുന്നത് എന്നതായിരുന്നു പെൺകുട്ടിക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകർ ചൂണ്ടിക്കാട്ടിയത്. 9 ദിവസം വാദം കേട്ട ശേഷമായിരുന്നു കോടതി ഇങ്ങനെയൊരു ചരിത്രവിധി പുറപ്പെടുവിച്ചത്. അതേസമയം വിധിയോട് വിയോജിപ്പുണ്ടെന്നും അപ്പീൽ നൽകുമെന്നുമാണ് മെറ്റയും ഗൂഗിളും പ്രതികരിച്ചത്. കൗമാരക്കാരുടെ മാനസികാരോഗ്യം വളരെ സങ്കീർണമാണെന്നും അതുമായി ഒരു ആപ്പിനെ ബന്ധിപ്പിക്കാൻ സാധിക്കില്ല എന്നുമായിരുന്നു കമ്പനിയുടെ വാദം. ഫെബ്രുവരിയിൽ ജൂറിക്ക് മുന്നിൽ ഹാജരായപ്പോൾ മെറ്റയുടെ ചെയർമാനും ചീഫ് എക്സിക്യൂട്ടീവുമായ മാർക്ക് സക്കർബർഗ് 13 വയസ്സിന് താഴെയുള്ള ഉപയോക്താക്കളെ ഒരു പ്ലാറ്റ്ഫോമിലും അനുവദിക്കില്ല എന്ന കമ്പനിയുടെ നയം ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്നാൽ 9-ാം വയസ്സിൽ താൻ ഇൻസ്റ്റഗ്രാമും 6-ാം വയസ്സിൽ യൂട്യൂബും ഉപയോഗിക്കാൻ ആരംഭിച്ചു എന്നായിരുന്നു പെൺകുട്ടി കോടതിയെ ബോധിപ്പിച്ചത്. ഈ ആഴ്ചയിൽ 2-ാം തവണയാണ് US കോടതികൾ മെറ്റയ്ക്കെതിരെ നടപടിയെടുക്കുന്നത്. കുട്ടികളുടെ ഓൺലൈൻ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ പരാജയപ്പെട്ടതിനും പ്ലാറ്റ്ഫോമുകളുടെ സുരക്ഷയെക്കുറിച്ച് ഉപഭോക്താക്കളെ തെറ്റിദ്ധരിപ്പിച്ചതിനും മാർച്ച് 24-ന് ന്യൂ മെക്സിക്കോ കോടതി ഏകദേശം 3100 കോടി രൂപ മെറ്റയ്ക്ക് പിഴയിട്ടിരുന്നു. സമീപ മാസങ്ങളിൽ ഓസ്ട്രേലിയ പോലുള്ള രാജ്യങ്ങൾ കുട്ടികൾക്കിടയിലെ സോഷ്യൽ മീഡിയ ഉപയോഗം നിർത്തുന്നതിനും പരിമിതപ്പെടുത്തുന്നതിനും നിയമങ്ങൾ കൊണ്ടുവന്നിരുന്നു. മറ്റു രാജ്യങ്ങൾ അത്തരം ആലോചനകൾ നടത്തി വരികയാണ്. അതുകൊണ്ട് തന്നെ US കോടതിയുടെ വിധി ഏറെ പ്രസക്തമാണ്.